ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. കാറ്റഗറി 2-ൽ സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ സയൻസ് ആൻഡ് മാത്സ് ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ മാത്സും സയൻസും അവർക്ക് 30 എന്ന രീതിയിൽ 60 ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ സോഷ്യലിന് 60 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ സോഷ്യൽ എഴുതുന്ന ആളുകൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓടിച്ചു പോയാൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഈ നമുക്ക് മുമ്പിൽ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, അതിനിടയ്ക്ക് മുഴുവൻ വായിച്ചു തീർക്കാനൊന്നും കഴിയില്ല. എങ്കിലും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം, ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആര്? അലാവുദ്ദീൻ ഖിൽജി എന്നും പറയാം, ബാൽബൻ, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഇബ്രാഹിം ലോധി. കറക്റ്റ് ആൻസർ വരുന്നത് ഇബ്രാഹിം ലോധിയാണോ? അല്ല, മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ, തുഗ്ലക് ഭരണാധികാരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകമേത് എന്ന് പറഞ്ഞാൽ സീസൺ. സിമ്പിളായിട്ട് പറഞ്ഞാൽ സീസണിന് അതിന് കാരണമാകാത്തത് ഭൂമിയുടെ പരിക്രമണം. ശരിയാണ്, അത് കാരണമാകും. ഭൂമിയുടെ ഭ്രമണം ശ്രദ്ധിക്കണം. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറഞ്ഞാൽ പാരലലിസം. ഇപ്പോൾ റിയലി സീസണിന് മെയിനായിട്ടുള്ള കാരണമാണ് പരിക്രമണം, അതുപോലെ അച്ചുതണ്ടിൻ്റെ ചെരിവ്, സമാന്തരത, ഇതെല്ലാം അതിന് കാരണമാകും. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഭൂമിയുടെ ഭ്രമണം. ക്ലിയർ? അടുത്ത ചോദ്യം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, ഇത് ആര് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം. അത് നമുക്ക് വളരെ പരിചിതമായതാണ്. ആരാണ് അത്? ശ്രീനാരായണ ഗുരു അല്ലേ? പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, അയ്യങ്കാളിയെ നമുക്കറിയാം, പുലയന്മാർക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. പുലിയ സമാജമൊക്കെ രൂപീകരിച്ചു അയ്യങ്കാളി. VT ഭട്ടതിരിപ്പാട് നമുക്കറിയാം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അടുത്തത്, ഛത്രപതി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? ഛത്രപതി എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അതാരാണ്? ഛത്രപതി ശിവാജി. അടുത്ത ചോദ്യം, GSTയുടെ ഭാഗമല്ലാത്ത നികുതി തിരിച്ചറിയുക. അപ്പോൾ നികുതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, നികുതി പ്രത്യേകം പഠിച്ചു വെക്കുക. നമുക്കൊരു വീഡിയോ ചെയ്യാം. കേന്ദ്ര എക്സൈസ് നികുതി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഇതിൽ GST നമുക്കറിയാം എന്താണ്, നമ്മളിപ്പം വന്നിട്ടുള്ളതാണ് അല്ലേ? ഇപ്പം വന്നൊരു ടാക്സാണ് GST. ആരായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്? അരുൺ ജെയ്റ്റ്ലി കേന്ദ്രമന്ത്രിയായിരിക്കെ, അദ്ദേഹം ധനമന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന GST. അതിനു മുമ്പ് അത് തുടങ്ങി വെച്ചിട്ടെങ്കിലും മോദി സർക്കാരിൻ്റെ കാലത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പെടാത്തത് പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത ആദായ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതി. കാരണം പേഴ്സണൽ ടാക്സ് GSTയിലല്ല വരിക, അത് നേരിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് ടാക്സിലാണ് വരിക കേട്ടോ, ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിലാണ് മറ്റ് 3ഉം വരുന്നത്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പഠിച്ചു വെക്കണേ. ഇതും ഒരു പ്രധാനപ്പെട്ട നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയല്ലോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാനമന്ത്രിയാണോ, രാഷ്ട്രപതിയാണോ, ഉപരാഷ്ട്രപതിയാണോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണോ? കറക്റ്റ് ആൻസർ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ, ചെയർമാൻ. എന്നാൽ വൈസ് ചെയർമാൻ ആരാണ്? ചെയർമാൻ ആരാണ്? ഒരു ചോദ്യം വരും കേട്ടോ, ശ്രദ്ധിക്കണം. അത് നിലവിൽ അത് സുമൻ ബെറിയാണ്. ഓക്കെ, സുമൻ ബെറിയാണ് നിലവിൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. അടുത്തത്, നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ദാന്തെ, പെട്രാർക്ക്, ബൊക്കാച്ചിയോ, ഇറാസ്മസ്. ആരാണ്? പെട്രാർക്ക്. ദക്കാമറൻ കഥകൾ എഴുതിയതാണ് അതാണ് ബൊക്കാച്ചിയോ അല്ലേ? ഡോൺ കിക്സോട്ട് എഴുതിയതാണ് ആര്? ദാന്തെ. ക്ലിയർ? അടുത്തത്, ആൻ ഇൻക്വയറി ഇൻടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻ എന്ന ഗ്രന്ഥം രചിച്ചത്. പുസ്തകത്തിൻ്റെ പേര് കേട്ട് ഞെട്ടണ്ട, സിമ്പിളായിട്ട് ഇതിൻ്റെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന ഒരു പേരുണ്ട്. വെൽത്ത് ഓഫ് നാഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കാൾ മാർക്സ്, ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലേണൽ റോബിൻസ്. ആരായിരിക്കും? ആഡം സ്മിത്ത് ആണ് കേട്ടോ, ആഡം സ്മിത്ത്. കാൾ മാർക്സിനൊക്കെ നിങ്ങൾക്കറിയാം. അടുത്തത്, രാജു കാൽനടയായാണ് സ്കൂളിൽ പോകുന്നത്. രാജു 100 മീറ്റർ തെക്കോട് നടന്നിട്ട് വലത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇത് ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം, വായിക്കുമ്പോൾ തന്നെ അത് ചെയ്ത് നോക്കാം. രാജു സ്കൂളിൽ പോവുകയാണ് അല്ലേ? രാജു 100 മീറ്റർ തെക്കോട്ട് നടന്നു. 100 മീറ്റർ തെക്കോട്ട്
താഴോട്ട് വരിക, തെക്കോട്ട് 100 മീറ്ററാണ് കേട്ടോ. പിന്നീട് എന്താ ചെയ്തത്, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞു അല്ലേ. വലത്തോട്ട് എന്ന് പറയാൻ ഇതാ ഭാഗം. ഇതെത്രയാണ് നടന്നത്, 50 മീറ്റർ നടന്ന ശേഷം വീണ്ടും എങ്ങോട്ട് തിരിഞ്ഞു, ഇടത്തോട്ട് തിരിഞ്ഞു. ഇനി ചോദിക്കുന്നത്, രാജു ഇപ്പോൾ നിൽക്കുന്നത് ഏത് ദിശയിൽ? രാജു ആരംഭിച്ചത് എവിടെയാണ്, ഇവിടെ നിന്നല്ലേ. രാജുവിൻ്റെ സൗത്ത്, നമുക്ക് ഈ സൗത്ത് ഒന്ന് അടയാളപ്പെടുത്തി, ഇതാണ് സൗത്ത്. അപ്പോൾ ഈ ഭാഗം അല്ലേ, ഇത് സൗത്താണ്, ഇത് വെസ്റ്റാണ്. അപ്പോൾ രാജു നിൽക്കുന്നത് എവിടെയാണ്, ഈ ഭാഗത്ത്. ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിൽ. നമുക്ക് എന്ത് പറയാം, സൗത്ത് വെസ്റ്റ് എന്ന് പറയാം. ആൻസർ സൗത്ത് വെസ്റ്റ്, അതല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ്. ക്ലിയർ, തെക്ക് പടിഞ്ഞാറ്. ആൻസർ കിട്ടിയോ? ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് അധിനിവാസ കേന്ദ്രങ്ങൾ കണ്ടെത്തുക. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചു, അതിനു മുമ്പ് യൂറോപ്യർ ഒരുപാട് അല്ലേ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ എല്ലാവരും ഭരിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേക ഏരിയ ഉണ്ടായിരുന്നു. ഒരുപാട് ഏരിയയിൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. എങ്കിലും ബ്രിട്ടീഷുകാരല്ല അവസാനം ഇന്ത്യ വിട്ടത്, പോർച്ചുഗീസുകാരാണ്. അവരുടെ ഏരിയ കണ്ടത് മാഹി, ബോംബെ, ഗോവ, മദ്രാസ്. ഏതായിരിക്കും, മാഹിയാണ് അല്ലേ, ഫ്രഞ്ചുകാരുടെ ഏരിയ ആയിരുന്നു മാഹി. ബോംബെ ആരുടേതായിരുന്നു, ബോംബെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. ഗോവയിൽ പോർച്ചുഗീസുകാരാണ് കേട്ടോ, ഗോവ പോർച്ചുഗീസ്. മദ്രാസിലാരായിരുന്നു, മദ്രാസിൽ ബ്രിട്ടീഷുകാർ തന്നെ കേട്ടോ, അവരുടെ കോട്ടയൊക്കെ പണിതില്ലേ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ടതാണ്. അന്തരീക്ഷം, എത്ര ലെയേഴ്സ് ഉണ്ട് അന്തരീക്ഷത്തിന്, എത്ര പാളികളുണ്ട് അല്ലേ. ചൂടിൻ്റെ ബേസ് അല്ലെ, ടെമ്പറേച്ചറിൻ്റെ ബേസിൽ 5 പാളികളുണ്ട്. ഈ 5 പാളികളിൽ ആദ്യത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇടി, മിന്നൽ, കാറ്റ്, അതുപോലെ ക്ലൗഡ്സ് തുടങ്ങിയ ഫെനോമിന മൊത്തം എവിടെയാണ്, ട്രോപ്പോസ്ഫിയർ. അതിന് തൊട്ട് മുകളിലാണ് രണ്ടാമത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടാണ് ജെറ്റ് വിമാനങ്ങൾ പോകുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏതുള്ളത്, പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഏതാണ്, ഓസോൺ ലെയർ ഉള്ളത്. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ്. മെസോസ്ഫിയറാണ് ഏറ്റവും തണുത്തത് ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ളത് മെസോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയറാണ് അതിൻ്റെ മുകളിൽ വരുന്നത്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിൽ ഒരേ അക്ഷാംശ രേഖയിൽ സ്ഥിതി ചെയ്യുന്നതും സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ളതുമായ 2 പ്രദേശങ്ങളാണ് എയും ബിയും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഏതിൻ്റെ അടുത്താണെന്നാണ്. നിരപ്പിൽ നിന്ന് ഉയരത്തിൽ ഒരേ ഉയരമാണ് കേട്ടോ. പക്ഷേ ഇവയിൽ എ സമുദ്രത്തോട് അടുത്താണ് എ, എന്നാൽ ബിയോ സമുദ്രത്തിന് വളരെ ദൂരെ. എങ്കിൽ ഈ പ്രദേശങ്ങളുടെ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതാണ് ശരി? ശ്രദ്ധിക്കുക, നമ്മൾ മർദ്ദം ഇപ്പോൾ കടലിൻ്റെ മുകളിലുള്ള മർദ്ദവും കരയുടെ മുകളിലുള്ള മർദ്ദവും തുല്യമായിരിക്കുമോ? അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ടെമ്പറേച്ചർ. ചൂട് കൂടുമ്പോൾ മർദ്ദം എന്ത് ചെയ്യും, എയർ പ്രഷർ കുറയും അല്ലേ. ചൂട് കൂടുമ്പോൾ അവിടെ മർദ്ദം കുറയും. അപ്പോൾ കരയുടെ മുകളിലാണോ കടലിൻ്റെ മുകളിലാണോ ചൂട് കൂടാൻ സാധ്യത? സ്വാഭാവികമായിട്ട് കരയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ സമുദ്രത്തോട് അടുത്തത് എയിലാണ്. എയിൽ എന്തിരിക്കണം, എയർ പ്രഷർ കൂടുതലും, അതുപോലെ സമുദ്രത്തിൽ നിന്ന് ദൂരെയുള്ള ചൂടുള്ള സ്ഥലങ്ങൾ, അവിടെ ദൂരമുള്ള സ്ഥലങ്ങളിൽ എയർ പ്രഷർ കുറവുമായിരിക്കണം. ഏതായിരിക്കും ഓപ്ഷൻ വരിക? പ്രദേശം എയിൽ മർദ്ദം എന്താണ്, കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ ബി. പ്രദേശം എയിൽ താരതമ്യേന അന്തരീക്ഷ മർദ്ദം കൂടുതലും പ്രദേശം ബിയിൽ കുറവുമായിരിക്കും. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാം. അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി തിരിച്ചറിയുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി: തൊഴിൽ നികുതി, ഭൂനികുതി, വ്യക്തിഗത വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി. അപ്പോൾ ഇവിടെ ഭൂനികുതി, ലാൻഡ് ടാക്സ് ആർക്കാണ് പോകുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. വ്യക്തിഗത ഇൻകം ടാക്സ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. കോർപ്പറേറ്റ് ടാക്സും സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ചുമത്തുന്നത് ഏതായിരിക്കും? തൊഴിൽ നികുതി. ഓക്കെ, ഇത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കൊക്കെ വാങ്ങുന്നതാണ് എന്ത്, പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് സ്റ്റേറ്റ് ആണ് കേട്ടോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് സ്വീകരിക്കുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, ഇത് രണ്ടും. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഹിമാലയ പർവ്വതം ഒരു ഉദാഹരണമല്ലാത്തത് ഏതിനെ? അപ്പോൾ യങ് ഫോൾഡ് മൗണ്ടെയിൻസ്. ഹിമാലയ പർവ്വതം ഒരു യങ് ഫോൾഡ് മൗണ്ടെയിനാണ്. ഫോൾഡ് മൗണ്ടെയിനാണ്, യങ് ആണ്. അടുത്തത്, മൗണ്ടെയിൻസ് വിത്ത് പാരലൽ റേഞ്ചസ്. ഹിമാലയത്തിൽ ഒറ്റ പർവ്വതമാണോ ഉള്ളത്? ഒരുപാട് റേഞ്ചസ് ഇല്ലേ? ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ. അപ്പോൾ നിങ്ങൾ യങ് ആണ് പിന്നെ ഓൾഡ് ആകുമ്പോൾ ശരിയാവോ? ശരിയല്ല. അതുപോലെ മൗണ്ടെയിൻസ് വിത്ത് സ്നോ ക്ലാഡ് പീക്സ് അല്ലേ, ഒരു ഹിമ ശൃംഗങ്ങളോട് കൂടിയ പർവ്വതങ്ങൾ. ഹിമാലയം മഞ്ഞല്ലേ, ഏതായിരിക്കും ആൻസർ വരിക? വാർദ്ധക്യഘട്ടത്തിലുള്ള പർവ്വതങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഓൾഡ് മൗണ്ടെയിൻ ഉണ്ടോ? ഓൾഡായിട്ട് ഏറ്റവും, അതായത് ആരവല്ലി നമുക്ക് എന്ത് ചെയ്യുക, അതിന് കൊടുക്കുക, ആരവല്ലി മൗണ്ടെയിൻ. ഓക്കെ,
അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. കേരളം ഉൾപ്പെടുന്ന താപീയ മേഖല ഹീറ്റ് സോണാണ് ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് സോൺ കേരളം ഉൾപ്പെടുന്ന താപീയ മേഖല, ടെമ്പറേറ്റ് സോൺ ശീതോഷ്ണ മേഖല, സബ് ട്രോപ്പിക്കൽ സോൺ ഉപോഷ്ണ മേഖല, ശൈത്യമേഖല, ഉഷ്ണമേഖല. ഇവിടെ നോക്കുക, നമ്മുടെ എർത്തിൻ്റെ ഇക്വേറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇക്വേറ്റർ. സെൻട്രലിൽ ഇക്വേറ്റർ സ്ഥിതി ചെയ്താൽ അതിനടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗങ്ങൾ, രണ്ട് സൈഡിൽ ഈ ഭാഗവും അതുപോലെ മുകളിലുള്ള ഈ ഭാഗങ്ങളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇത്രയും ഭാഗങ്ങളിലാണ് ടോറിഡ് സോൺ. എന്നാൽ നല്ല ചൂടുള്ള ഏരിയ. ഇനി അതിന് തൊട്ട് മുകളിലുള്ള ഏരിയയാണ് ഏത്? ഈ ടെമ്പറേറ്റ് സോൺ. ഈ ഭാഗങ്ങളിലുള്ള ഈ ഭാഗങ്ങളാണ് ടോറിഡ് സോൺ. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഭാഗമല്ലേ ഇവിടെയാണ് ഇത് വരുന്നത്? ഫ്രിഡ്ജിഡ് സോൺ. അപ്പോൾ ഇന്ത്യ എവിടെയാണ്? അപ്പോൾ ട്രോപ്പിക്കൽ, നമുക്ക് ഈ ട്രോപ്പിക്കൽ എന്ന് പറയാം. ഏറ്റവും ഈ ഭാഗത്ത് ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറയാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഏരിയയിലാണ്? സബ് ട്രോപ്പിക്കൽ റീജിയനാണ്. എവിടെയാണ്? സബ് ട്രോപ്പിക്കൽ റീജിയൻ. ആൻസർ ഉപോഷ്ണ മേഖല ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള നിറങ്ങളിൽ ഏതാണ് ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിഭൂമിയെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്? കൃഷിയാണ് കേട്ടോ, അഗ്രികൾച്ചർ. അപ്പോൾ ഇവിടെ പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ്. അപ്പോൾ കൃഷിഭൂമിയെ സൂചിപ്പിക്കുന്നത് മഞ്ഞയാണ്, മഞ്ഞ. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു ധാരാതലീയ ഭൂപടത്തിൻ്റെ നമ്പർ 45D/10 എന്നാണ്. ഇതിൽ 45 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 45. അപ്പോൾ ടോപ്പോഗ്രാഫിക് അല്ലേ, ഈ മാപ്പാണ് കേട്ടോ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. ഇതിൽ നമ്മളെ മാപ്പിനെ മൊത്തം 105 ഷീറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 105 മില്യൺ ഷീറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 45D എന്ന് പറഞ്ഞാൽ ഈ മില്യൺ ഷീറ്റിന് തന്നെ 16 വീണ്ടും തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മാപ്പ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം 4 ഡിഗ്രി വ്യത്യാസം ഉണ്ടോ കേട്ടോ. ഇത് തമ്മിൽ 4 ഡിഗ്രി ഡിഫറൻസ് ഉള്ള ഷീറ്റുകൾ, ഇതിനെ 16 ഷീറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മുടെ ചോദ്യം ഈ 45 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഏതായിരിക്കും? മില്യൺ ഷീറ്റാണോ ഉൾപ്പെടുന്ന മില്യൺ ഷീറ്റിനെയാണോ, ഡിഗ്രി ഷീറ്റിനെയാണോ, അതല്ലെങ്കിൽ പ്രസ്തുത ധാരാതലീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള രാജ്യത്തെയാണോ, പ്രസ്തുത ധാരാതലീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള സംസ്ഥാനത്തെയാണോ? അപ്പോൾ ആൻസർ ഏതാണ്? ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് അത് മില്യൺ ഷീറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യന് അഥവാ ഈ ഡിയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഡി എന്താണ്? അത് മില്യൺ ഷീറ്റല്ല, പിന്നെയോ ഡിഗ്രി ഷീറ്റാണ് കേട്ടോ. ക്ലിയർ? അതായത് എ മുതൽ ഡിഗ്രി ഷീറ്റിൻ്റെ നമ്പറുകൾ ഉണ്ടാവും. പക്ഷേ സാധാ എ മുതൽ ആൽഫബറ്റ് അല്ലേ, പക്ഷെ നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് അത് 45. അതെന്താണ്? അത് മില്യൺ ഷീറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സിമ്പിളായിട്ട് പറയാം, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അപ്പോൾ ഈ 1905 എന്താണ്? 1905 സ്വദേശി പ്രസ്ഥാനം അല്ലേ. 1905 സ്വദേശി പ്രസ്ഥാനം. 1920 അതൊക്കെ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട വർഷങ്ങൾ തന്നെയാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് റെഫർ ചെയ്യാം. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള ഭൂരൂപീകരണ സഹായികളിൽ ഏതുമായി കാസ്റ്റ് ഭൂപ്രകൃതി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലീഷ് നോക്കാം. കാസ്റ്റ് ടോപ്പോഗ്രാഫി റിലേറ്റഡ് ടു. ഭൂഗർഭജലം, കാറ്റ്, തിരമാല, ഹിമാനി. കാസ്റ്റ് ടോപ്പോഗ്രാഫി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? അത് ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ. അപ്പോൾ ലാൻഡ് ഫോമുകൾക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ചോദ്യം, വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഫ്രാൻസിലാണോ, ജർമ്മനിയിലാണോ, ഇറ്റലിയിലാണോ, ഇംഗ്ലണ്ടിലാണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിലാണ് കേട്ടോ. ഇംഗ്ലണ്ടിലാണ് 17-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത്. ഈ സോഷ്യൽ സയൻസിൻ്റെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 40 ചോദ്യങ്ങൾ കൂടി അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.